ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. നാവികസേന ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ പോരാട്ടവീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. അടുത്ത മാസം 1 മുതൽ 19 വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ദിത്വ ചുഴലിക്കാറ്റ് 4 ലക്ഷത്തോളം പേരെയാണ് ദുരിതം ബാധിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 21 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ലഭ്യമാക്കി. അതിനിടെ അതിശക്തമായ മഴയിൽ 123 മരണങ്ങൾ ശ്രീലങ്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 130 പേരെ കാണാതായിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരപ്രദേശത്തോട് അടുക്കുന്നു. ചുഴലിക്കാറ്റ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് തീരത്ത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കേന്ദ്രീകരിക്കുമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിലെ പ്രവർത്തനങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വിലയിരുത്തി. സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനത്തിന് വരണാധികാരിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നും സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളിൽ പ്രചാരണം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് 50,73,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,09,85,918 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 75.35%. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര നാളെ ആരംഭിക്കും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 റാഞ്ചിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും ദൂരദർശനിലും പരിപാടി ലഭ്യമാകും. സാങ്കേതിക മേഖലയിലെ പുരോഗതിയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുള്ള മുന്നേറ്റമാണ് സേനാ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങും. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെയാണ് പായസം ഉൾപ്പെടെ 7 വിഭവങ്ങളെങ്കിലും ഉൾപ്പെടുന്ന സദ്യ വിളമ്പുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി KSEBയുടെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ തടസ്സപ്പെടും. 1912 എന്ന ടോൾ ഫ്രീ നമ്പർ ഇന്ന് രാത്രി 11 മുതൽ നാളെ പുലർച്ചെ 3 മണിവരെ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമെന്ന് KSEB അറിയിച്ചു. കൊല്ലം ജില്ലയിലെ കായലുകളിൽ നിന്നും ഡിസംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള കാലയളവിൽ കക്ക ശേഖരിക്കുന്നതിനും അവയുടെ വിപണനത്തിനും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. അഷ്ടമുടി, പരവൂർ, TS കനാൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലാണ് നിരോധനം. പുരാവസ്തു വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ മാനന്തവാടി പഴശ്ശി മ്യൂസിയത്തിൽ പഴശ്ശി ദിനാചരണവും സ്മൃതി സദസ് സെമിനാറും സംഘടിപ്പിക്കും. പഴശ്ശി മ്യൂസിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എഴുത്തുകാരനും ഗവേഷകനുമായ രാമചന്ദ്രൻ കണ്ടാമല ഉദ്ഘാടനം ചെയ്യും. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല സമ്മേളനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പോസ്റ്ററും വീഡിയോയും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പ്രകാശനം ചെയ്തു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിനോടനുബന്ധിച്ച് ജനുവരി 8 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തിരുവനന്തപുരത്ത് മാതൃകാ നിയമസഭ സംഘടിപ്പിക്കും. സെക്രട്ടേറിയറ്റിലുള്ള പഴയ നിയമസഭാ ഹാളിലാണ് പരിപാടി. 2025-29 കാലയളവിലെ യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യ. വിദ്യാഭ്യാസം, സംസ്കാരം, ശാസ്ത്രം അടക്കമുള്ള മേഖലകളിലെ യുനെസ്കോ നിലപാടിൽ ഇന്ത്യ പുലർത്തുന്ന പ്രതിജ്ഞാബദ്ധതയിൽ ആഗോള സമൂഹത്തിനുള്ള വിശ്വാസമാണ് ഇത് തെളിയിക്കുന്നതെന്ന് യുനെസ്കോയിലെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസംബർ 2 നടക്കുന്ന 54ാമത് ഈദ് അൽ ഇത്തിഹാദിനൊരുങ്ങി UAE. പ്രധാന നഗരങ്ങളിൽ ഉത്സവ അലങ്കാരങ്ങളും പ്രദർശനങ്ങളും ലൈറ്റ് ഷോകളും ആരംഭിച്ചു. ബ്രിട്ടന്റെ പിന്മാറ്റത്തിന് ശേഷം UAE 1971 പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിച്ച ദിവസമാണ് ഡിസംബർ 2.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.